ദില്ലിയിലേക്ക് പോവുകയാണ്. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ഇന്നലെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് വാങ്ചുക്കിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ലഡാക്കിൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും തുടരുകയാണ്. അബ്ദുൾ റഷീദ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. സുരക്ഷ കണക്കിലെടുത്താണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയതുമെന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. സുരക്ഷിതരാണോ ലഡാക്കിലെ ജനങ്ങൾ? ആ ജനങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിച്ച സോനം വാങ്ചുക്കിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ എന്താണ് ലഡാക്കിലെ അവസ്ഥ? ഇന്റർനെറ്റ് നിരോധനം തുടരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥലത്തെ മനുഷ്യന്മാരെ നിശബ്ദരാക്കുകയാണ്. പുറം ലോകവുമായി അവരുടെ ബന്ധം തന്നെ ഇല്ലാതാക്കുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എത്തരുത് എന്നുള്ള നിർബന്ധമാണ് ഈ ഇന്റർനെറ്റ് നിരോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. വിനിഷ, ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നിരവധി ദിവസങ്ങളോളമായി ലഡാക്കിലെ വിവിധ മേഖലകളിൽ വലിയ പ്രക്ഷോഭങ്ങളും നിരാഹാര സമരങ്ങളൊക്കെ തന്നെയും തുടർന്നു വന്നിരുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഈ പ്രക്ഷോഭം ആളിക്കത്തുകയും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ സോനം വാങ്ചുക്കിൻ്റെ നടപടി ശക്തമാക്കുമെന്നുള്ള കാര്യം ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സൂചനകളൊന്നും ഇല്ലാതെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. ഈ ഘട്ടത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നാൽ, പ്രത്യേകിച്ചും എന്ത് നിയമപ്രകാരമാണ് അല്ലെങ്കിൽ എന്ത് കുറ്റം ചാർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അറസ്റ്റ് ചെയ്ത ശേഷം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ആഭ്യന്തര മന്ത്രാലയവും ലഡാക്ക് പോലീസും വ്യക്തമാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെ വലിയ പ്രക്ഷോഭം വീണ്ടും ലഡാക്കിൻ്റെ വിവിധ മേഖലകളിൽ ഉയരുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്കാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നത് ബന്ധപ്പെട്ട വിവരങ്ങൾ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വീണ്ടും ലഡാക്കിൻ്റെ വിവിധ മേഖലകളിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സോനം വാങ്ചുക്കിനെ വിട്ട് കിട്ടണമെന്ന ആവശ്യവുമായാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രധാനമായും സമരം ചെയ്യുകയും ചെയ്യുന്നത്. അതേസമയം നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിരോധനങ്ങൾ ലഡാക്കിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ചും നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. 5-ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല, പ്രതിഷേധം റാലികളൊന്നും തന്നെ സംഘടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും അതോടൊപ്പം ലഫ്റ്റനന്റ് ഗവർണറിൻ്റെയും ഉത്തരവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ നിരോധനാജ്ഞ, ഈ ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൻ്റെ വേഗതകൾ കുറച്ചുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽ പൂർണ്ണമായും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ഈ ലഡാക്കുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെയും അതോടൊപ്പം മറ്റു ചില NGOകളുടെയും നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുകയാണ്. ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ NGO നേതൃത്വമൊക്കെ തന്നെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന് ഇരയാകുകയും സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഇവരെ ഒന്നും വിട്ടുകിട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സോനം വാങ്ചുക്കിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമുണ്ടാവുകയും പോലീസ് അതിക്രമം അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചില പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെയും പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ചർച്ച നടക്കുമ്പോൾ അത് ഗുണകരമാകുമോ എന്നുള്ളതാണ് സോനം വാങ്ചുക്കും അവരുടെ പ്രവർത്തകരും നോക്കിക്കാണുന്നത്. അതേസമയം ഈ സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ആഭ്യന്തര മന്ത്രാലയവും ലഡാക്ക് പോലീസും ഇതുവരെയും വ്യക്തത വരുത്തുകയും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമോ അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലഡാക്കുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാതെ മൂടി പിടിച്ചു വെക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിനീഷ. ശരി, ഏതായാലും ലഡാക്കിലെ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും മയവില്ല. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാലും ഇന്ന് ആഭ്യന്തര മന്ത്രാലയവുമായുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്? സമാധാനപരമായി ലഡാക്കിൻ്റെ താഴ്വരയിൽ സമാധാനം പുലരുമോ എന്ന് തന്നെയാണ് അറിയാനുള്ളത്.